കണ്ടാൽ ചക്ക പോലെ തോന്നും, പക്ഷേ മുറിച്ചാൽ മൂക്ക് പൊത്തേണ്ട മണം. പറഞ്ഞു വരുന്നത് ദുരിയാൻ എന്ന പഴത്തെക്കുറിച്ചാണ്. ലോകത്ത് പല വിമാന കമ്പനികളും പടിക്ക് പുറത്ത് നിർത്തുന്ന പഴമാണ് ദുരിയാൻ. വേറെ ഒന്നും കൊണ്ടല്ല, ദുരിയാനിൽ നിന്ന് വരുന്ന ദുർഗന്ധമാണ് പ്രശ്നം. സിംഗപ്പൂർ എയർലൈൻസ്, മലേഷ്യ എയർലൈൻസ്, തായ് എയർവേസ്, എയറേഷ്യ എന്നിങ്ങനെ നീളുന്നു ദുരിയാനോട് മുഖം തിരിച്ചു നിൽക്കുന്ന വിമാന കമ്പനികൾ. തായ്ലൻഡിലെയും സിംഗപ്പൂരിലെയും വിമാനത്താവളങ്ങളും ദുരിയാനെ അടുപ്പിക്കില്ല. ഇത്തരത്തിൽ വിലക്ക് നിലനിൽക്കെ 5 കിലോയിലധികം ദുരിയാനുമായി ഒരു കുടുംബം വിമാനത്താവളത്തിലെത്തിയാൽ എന്ത് സംഭവിക്കും? തായ്ലൻഡിലെ ഒരു വിമാനത്താവളത്തിൽ നടന്ന സംഭവം ഇങ്ങനെയാണ്. തായ്ലൻഡിലെ ചിയാങ് മായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സെപ്റ്റംബർ 16-നാണ് സംഭവം. തായ്ലൻഡിൽ നിന്ന് 5.5 കിലോ ദുരിയാൻ വാങ്ങി വിമാനത്താവളത്തിലെത്തിയ ചൈനീസ് കുടുംബത്തിനാണ് അമളി പറ്റിയത്. വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് കുടുംബം ദുരിയാനെതിരായ വിലക്കിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഇതോടെ കുടുംബാംഗങ്ങൾ വിമാനത്താവളത്തിന്റെ പുറത്തുനിന്ന് മുഴുവൻ ദുരിയാനും കഴിച്ചു തീർത്തു. പഴം പാഴാക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. വിമാനത്താവളത്തിൽ പഴം കഴിക്കുന്ന ഈ കുടുംബത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ലീ എന്ന കുടുംബാംഗമാണ് ടിക്ടോക്കിന്റെ ചൈനീസ് പതിപ്പായ ഡ്യൂയിനിൽ ഈ വീഡിയോ പങ്കുവച്ചത്. രാവിലെ പിതാവ് ധാരാളം ദുരിയാൻ പഴങ്ങൾ വാങ്ങിയിരുന്നുവെന്നും ചൈനയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് കുടുംബം ഇത് ആസ്വദിക്കുമെന്ന് കരുതിയാണ് ഇത്രയധികം വാങ്ങിയതെന്നും മകൻ വിശദീകരിച്ചു. ധാരാളം ഭക്ഷണം കഴിച്ചതിന് ശേഷം 5.5 കിലോഗ്രാം ദുരിയാനുമായി അവർ വിമാനത്താവളത്തിൽ എത്തുകയായിരുന്നു. ദുർഗന്ധം കാരണം ദുരിയാൻ വിമാനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ട് കളയുന്നതിന് പകരം അവിടെ ഇരുന്ന് കഴിക്കാൻ അവർ തീരുമാനിച്ചു. സോഷ്യൽ മീഡിയയിൽ 1 ലക്ഷത്തിലധികം ലൈക്കുകൾ നേടിയ വീഡിയോയിൽ ലീയുടെ പിതാവ് പഴം നിറച്ച പ്ലാസ്റ്റിക് ബാഗ് തുറക്കുന്നതും ബാക്കിയുള്ളവർ വലിയ കഷ്ണങ്ങൾ കഴിക്കുന്നതും കാണാം. ഒരു ഘട്ടത്തിൽ പിതാവ് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ മകൻ ബുദ്ധിമുട്ടി ദുരിയാൻ കഴിക്കുന്നത് കാണാം. ഓരോ അംഗവും ഏകദേശം 4-5 കഷ്ണങ്ങൾ കഴിച്ചു. ഞാൻ ഒരുപാട് കഴിച്ചു, ഇനി ജീവിതത്തിൽ ദുരിയാൻ കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് ലീ പറഞ്ഞു. വിമാനത്തിൽ കയറിയപ്പോൾ തങ്ങൾക്ക് ദുരിയാന്റെ മണം ഉണ്ടായിരുന്നുവെന്നും മറ്റ് യാത്രക്കാരോട് മാപ്പ് പറയേണ്ടി വന്നുവെന്നും കൂട്ടിച്ചേർത്തു. വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കഴിവാണെന്ന് ഒരാൾ കുറിച്ചപ്പോൾ ഭക്ഷണം പാഴാക്കാത്തത് നല്ല കാര്യമാണ്, അത് മികച്ചതാണ്, പക്ഷെ ഇത്രയും വേണ്ടായിരുന്നുവെന്ന് മറ്റൊരാൾ എഴുതി. ദുരിയാനെ കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം. ഈ മണം ഉണ്ടെന്നേ ഉള്ളൂ. തെക്കുകിഴക്കൻ ഏഷ്യയിൽ ദുരിയാൻ പഴങ്ങളുടെ രാജാവാണ്. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള പഴവർഗ്ഗമാണ് ദുരിയാൻ. വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, പൊട്ടാസ്യം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, നാരുകൾ എന്നിവ ഇതിൽ ധാരാളമുണ്ട്. ഇത് രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നു, ദഹനത്തിന് നല്ലതാണ്, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് മിതമായ അളവിൽ കഴിക്കാമെന്ന് പറയപ്പെടുന്നു. മലേഷ്യയിൽ പല രോഗങ്ങൾക്കും ദുരിയാൻ ഉപയോഗിക്കുന്നുണ്ട്. ദുരിയാനിൽ ആന്റി ഓക്സിഡന്റുകളും ധാരാളമുണ്ട്. ഇത് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു, രോഗങ്ങളെ ചെറുക്കുന്നു. ഇതിലെ നാരുകൾ ദഹനത്തെ സഹായിക്കുന്നു, മലബന്ധം കുറയ്ക്കുന്നു. പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഡോക്ടർമാരുടെ ഉപദേശപ്രകാരം മിതമായ അളവിൽ കഴിക്കാമെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു.